അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹിനെ സൂക്ഷിക്കുന്നിടത്ത് എന്തെങ്കിലും വളവോ തിരിവോ കാണുമ്പോൾ അത് പറയണം, അത് പറഞ്ഞ് ഉപദേശിക്കണം. അത് ഉലമാക്കളുടെ കടമയാണ്. അത് പറയുമ്പോൾ വളഞ്ഞ് ജീവിക്കുന്നവർക്ക് പറ്റുമല്ലോ, കൊള്ളല്ലോ, അത് നമ്മൾ ഉത്തരവാദിയല്ല. അങ്ങനെ ചില വിഷമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിടയിലേക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന വാട്സപ്പുകളിലൂടെ നടക്കുന്ന കളികൾ. അതൊന്നും ആരും ഉൾക്കൊള്ളണ്ട, അതൊക്കെ തള്ളിക്കളയാൻ കുട്ടിക്കളിയാണ്. അതൊക്കെ നമ്മൾ പരിശുദ്ധ ദീന് ഇവിടെ നടപ്പാക്കാൻ സമസ്തയാണ് നമ്മുടെ മുമ്പിലുള്ളത്, വേറൊരു സാധനമില്ല. സമസ്ത കേരള ജമിയത്തുൽ-ഉലമ എല്ലാവരും നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതിൻ്റെ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് എല്ലാവരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ജാഥൻ്റെ ഉദ്ദേശം തന്നെ, എല്ലാവരിലും സന്ദേശം എത്തിക്കുകയും സമ്മേളനവും ബന്ധപ്പെട്ട പരിപാടികളൊക്കെ വിജയിക്കാൻ വേണ്ടി നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഏൽപ്പിച്ചത് പ്രകാരമാണ് ഞാനും AV ഉസ്താദും രണ്ട് ഭാഗത്ത് കൂടെ നടന്നത് 3 ദിവസമായിട്ട്. ജനങ്ങളതൊക്കെ കേട്ടിട്ടുണ്ട്, അനുസരിക്കാൻ തയ്യാറായി ഞങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ സ്ഥലം മതിയാവുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് മറുപടി ഞങ്ങൾക്കില്ല, ചെന്ന് ഒന്ന് നോക്കിയാൽ കാണാം. അത്ര തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു സമ്മേളനം സമസ്തക്ക് നടത്താൻ പറ്റിയ സ്ഥലമല്ല നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. അത് അന്വർത്ഥമായിരിക്കും നമ്മൾ കരുതുകയാണ്. ഏതായാലും തിങ്ങിക്കൂട്ടിട്ടെങ്കിലും നമുക്ക് എന്താക്കണം, ആ ദ്വായിൽ പങ്കെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആനിലെ ഒരു പ്രസക്തമായ ആയത്താണ്. മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ആ ഭാഗം നിർവഹിക്കുന്നതാണ് സമസ്ത. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് അതിൻ്റെ ആഹ്വാനം. ഈ ഖുർആൻ വചനമാണ് ഇതിൻ്റെ ആഹ്വാനം. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹിനെ സൂക്ഷിക്കുന്നിടത്ത് എന്തെങ്കിലും വളവോ തിരിവോ കാണുമ്പോൾ അത് പറയണം, അത് പറഞ്ഞ് ഉപദേശിക്കണം. അത് ഉലമാക്കളുടെ കടമയാണ്. അത് പറയുമ്പോൾ വളഞ്ഞ് ജീവിക്കുന്നവർക്ക് പറ്റുമല്ലോ, കൊള്ളല്ലോ, അത് നമ്മൾ ഉത്തരവാദിയല്ല. അങ്ങനെ ചില വിഷമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിടയിലേക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന വാട്സപ്പുകളിലൂടെ നടക്കുന്ന കളികൾ. അതൊന്നും ആരും ഉൾക്കൊള്ളണ്ട, അതൊക്കെ തള്ളിക്കളയാൻ കുട്ടിക്കളിയാണ്. അതൊക്കെ നമ്മൾ പരിശുദ്ധ ദീന് ഇവിടെ നടപ്പാക്കാൻ സമസ്തയാണ് നമ്മുടെ മുമ്പിലുള്ളത്, വേറൊരു സാധനമില്ല. എവിടെ പോകാൻ നമ്മൾ ദീൻ പഠിക്കാനും ദീൻ മനസ്സിലാക്കാനും നമ്മളെ മദ്രസ മുതൽ നമ്മൾ തുടങ്ങിയതല്ലേ. അറബി കോളേജും പള്ളി ദർസുകളും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്. ഇതൊക്കെ നടത്തുന്നതും പരിപാലിക്കുന്നതും സമസ്തക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കടന്ന് ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു നമ്മളൊക്കെ മുസ്ലിമാക്കി എന്ന് പറഞ്ഞ് വലിയൊരു കാര്യമല്ലേ. നമ്മൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ മുസ്ലിം അല്ലാതായി. മുസ്ലിം അള്ളാഹു നമ്മൾക്കൊരു പൈസയും ചിലവില്ലാണ്ട് അള്ളാഹ് നമ്മൾ ഇസ്ലാമാക്കിയതാണ്, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്. പിന്നെ അള്ളാഹ് നമ്മളോട് പറയുന്നത് വലിയൊരു ഔദാര്യം, നിങ്ങൾ ദുനിയാവ് മുഴുവൻ കൊടുത്താലും കിട്ടാൻ പറ്റാത്ത ഒരു ഔദാര്യം അള്ളാഹു നമുക്ക് തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് ചോദിച്ചാൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ കളം വിട്ട് നിങ്ങൾ പുറത്തു പോകരുത്. ഈ കളത്തിൽ തന്നെ കടന്ന് നിങ്ങൾ മരിക്കാവൂ, അതിൻ്റെ പുറത്തു പോയി മരിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സമസ്ത. ആ കളം നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇനി അതിന് പുറത്തു പോയാൽ അപകടമാണ്. അതുകൊണ്ടാണ് സമസ്തയാണ് നമ്മുടെ ഇസ്ലാം, നമ്മുടെ ദീന്. അല്ലാത്ത ഒന്ന് നമുക്ക് ദീനായിട്ട് ഇന്ന് കാണാനില്ല. അതിൽ നിന്ന് പുറത്തു പോകരുത്. അതാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ഈ കളത്തിൻ്റെ ഉള്ളിൽ കടന്ന് തന്നെ മരിക്കണം, പുറത്തു പോകരുത് എന്നാണ്. ഇതാണ് ആകത്തുക. നമ്മൾ സമ്മേളനവും പരിപാടികളൊക്കെ നടത്തുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് സൂക്ഷിച്ചാൽ മതി. ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പിൽ കുട്ടികൾ അവരെ താല്പര്യത്തിനൊക്കെ വേണ്ടി, ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും. ആ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടിയന്മാർക്ക് ദേഷ്യം ഉണ്ടാവും, പെണ്ണുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഓർക്ക് ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഇസ്ലാമിക പലിശ വാങ്ങരുതെന്ന് പറഞ്ഞാൽ പലിശ വാങ്ങുന്നവർക്ക് ദേഷ്യം ഉണ്ടാവും. ഇങ്ങനെ ഇസ്ലാമിൻ്റെ നിയമം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് പറയുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോലത്തെ ചില ആൾക്കാരൊക്കെ ചിലതൊക്കെ പറയുമ്പം അതിനെതിരെ എന്തൊക്കെ പറയുന്നു എഴുതിയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മൾ ഉത്തരവാദിയല്ല. അതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ഈ ജാഥയിൽ ഉടനീളം അതിനൊക്കെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് വമ്പിച്ച സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്കല്ല, ഇസ്ലാമിന് സമസ്തക്ക് സ്വീകരണം നൽകുന്ന ആൾക്കാരാണ് നമ്മൾ കേരളത്തിൽ ഉടനീളം കാണാനുള്ളത്. കേരളത്തിൻ്റെ പുറത്തും അതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വൈകിയ വേളയിൽ നിങ്ങൾ ഈ ജാഥയ്ക്ക് 2 ജാഥക്കും സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനമാണ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല. നന്ദി പറയാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ദുആ ചെയ്യും. അർഹമുറാഹിമായ തമ്പുരാനെ, ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട്
മൂമിനായി മരിക്കാൻ അള്ളാഹുവിനെ തൗഫീക്ക് ചെയ്യണേ റഹ്മാനെ എന്നാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്ത നന്ദി പറയാനുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗണത്തിൽ പെടണമെങ്കിൽ സമസ്തയുടെ കൊടിക്ക് കീഴിൽ സമസ്ത പറയുന്നത് കേട്ട് അനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഇതാണ് മാർഗം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ, നിങ്ങൾ ഊഷ്മളമായ നൽകിയ സ്വീകരണത്തിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹകരിച്ചവർക്ക്, സഹായിച്ചവർക്ക്, ശ്രദ്ധിച്ചവർക്ക്, ശ്രവിച്ചവർക്ക്